എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നൊരു അംബർല സ്കേർട്ട് മാത്രമായിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ വെട്ടുന്നത് ലൈനിങ് ആണ്. മുകൾ ഭാഗത്ത് മുട്ടപ്പം മാത്രമേ ഒരു തുണി വരുള്ളൂ, ബാക്കി താഴത്തേക്ക് പ്ലീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് വേറൊരു തുണിയാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് കറക്റ്റായിട്ട് വെട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ പിന്നെ ഇതിന് വള്ളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വള്ളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തുണി എടുക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് ആണല്ലോ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ 39 ഇഞ്ചാണ് ലെങ്ത്ത്. പക്ഷേ നമ്മൾ മുകൾ ഭാഗം അംബ്രല്ല സ്കേർട്ട് ആയതുകൊണ്ട് നമ്മൾ കോൺ പോലെ ഇടുമ്പോൾ ആ പീസ് ഇങ്ങനെ വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സീറ്റ് ബ്രെത്തിൻ്റെ 1/3 ഭാഗം എടുക്കണം. അതായത് 42 നമുക്ക് കിട്ടിയിരിക്കുന്നത് സീറ്റ് ബ്രെത്ത്. അപ്പോൾ അതിൻ്റെ 1/3 ഭാഗം എത്രയെന്ന് നോക്കാം. 14 ഇഞ്ചാണ് 1/3 ഭാഗം. അപ്പോൾ ഈ നമ്മൾ ലെങ്ത്ത് കിട്ടിയേക്കണതാണ് 39 ഇഞ്ച്, അതിൻ്റെ കൂടെ 14 നമുക്ക് പ്ലസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 53 ഇഞ്ച്. അപ്പോൾ ഈ നമ്മൾ തുണിയിൽ എടുക്കേണ്ടത് 53 ഇഞ്ച് നമ്മൾ ആദ്യം നീളത്തിൽ അങ്ങോട്ട് എടുക്കുക. പിന്നെ നമുക്ക് അതിനെ ഡബിളായിട്ട് മടക്കണം. അങ്ങനെയാണ് നമുക്ക് അംബ്രല്ല സ്കേർട്ട് നമുക്ക് വെട്ടാനുള്ള തുണി കിട്ടുന്നത്. പിന്നെ ലൈനിങ് ആയതുകൊണ്ട് തന്നെ 53 ഇഞ്ച് എടുക്കണം എന്നില്ല. 51 52 ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ഉൾവശത്ത് തന്നെയല്ലേ, മുകൾ ഭാഗമാണ് നമ്മൾ കറക്റ്റ് 53 എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടി അങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ വേണം നമ്മൾ ഒന്നും കൂടി ക്രോസ് ചെയ്ത് മടക്കിയിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുണി മുറിച്ച് മാറ്റി അപ്പോൾ നമുക്ക് ആദ്യം സ്ക്വയറായിട്ട് മടക്കുക, എന്നിട്ട് കോൺ പോലെ മടക്കുക. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ബാലൻസ് നിൽക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കുള്ളൂ മടക്കിയിടാനൊക്കെ ആയിട്ട്. ബാക്കിയുള്ള പീസ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം 53 മടക്കുക, എന്നിട്ട് പിന്നെ അതിനെ ഒന്നും കൂടി കോണാക്കിയിടുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മടക്കുന്നത്. എന്നാലും മാത്രമേ അംബ്രല്ല കട്ടിങ് ആവുള്ളൂ. പിന്നെ 53 വെട്ടിയാലും അങ്ങനത്തെ ഒരു മടക്കിലിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിലും അംബ്രല്ല കട്ടിങ് ആവും. പിന്നെ താഴെ ഇതേപോലെ തുണിക്ക് വീതി കുറവായതുകൊണ്ട് ഇതേപോലെ ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് കോൺ പോലെ നിൽക്കണ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം. മുകൾ ഭാഗത്തെ അളവ് ഞാൻ പറഞ്ഞായിരുന്നു, സീറ്റ് ബ്രെത്ത് 42 അപ്പോൾ ആ 42ൻ്റെ 1/3 ഭാഗമാണ് കേട്ടോ സ്കേർട്ടിന് എടുക്കുന്നത്. അപ്പം 42ൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ 14 നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കോൺ പോലെ ഇരിക്കണ ഭാഗം കണ്ട അവിടെ നിന്ന് പിടിച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പം മുകൾ ഭാഗത്തെ റൗണ്ടിനെ പറയുന്നത് ഫസ്റ്റ് റൗണ്ട് എന്നാണ് പറയുന്നത്. ഇത് തന്നെ സെക്കൻഡ് റൗണ്ട് ഉണ്ട്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കണ്ട, സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഫസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടണം. എന്നിട്ട് താഴെ വേണം റൗണ്ട് ചെയ്ത് വെട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ സീറ്റ് ബ്രെത്തിൻ്റെ 1/3 ഭാഗം കിട്ടിയത് 14 അല്ലേ, അതിൻ്റെ കൂടെ 39 പ്ലസ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ആൻസറാണ് 53. കാരണം ആ ഫസ്റ്റ് റൗണ്ട് നമുക്ക് വെട്ടിപ്പോവാനുള്ളതാണ്. ആ ഫസ്റ്റ് റൗണ്ട് കൂട്ടിയില്ലെങ്കിൽ പാവാടയുടെ ഇറക്കം നന്നേ കുറഞ്ഞു പോകും, 14 ഇഞ്ചോളം തന്നെ കുറയും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ 14 ഇഞ്ച് എക്സ്ട്രാ 39ൻ്റെ കൂടെ കൂട്ടുന്നത്. ഏതൊരാൾക്കും സ്കേർട്ട് അടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇത് വള്ളി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്കേർട്ടിൻ്റെ 4/1 ഭാഗം എടുക്കുകയുള്ളൂ സീറ്റ് ബ്രെത്ത്, എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് പട്ടയുടെ ഭാഗം കൂട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ കോൺ പിടിച്ച് വെച്ച് വേണം സെക്കൻഡ് റൗണ്ടും വെട്ടാൻ. താഴ്ഭാഗം കണ്ട, അതാണ് സെക്കൻഡ് റൗണ്ട്. അപ്പോൾ 53 വെട്ടുന്നത് ഏറ്റവും മുകൾ ഭാഗത്ത് 1 ഇഞ്ചിൻ്റെ അവിടെ ടേപ്പ് വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ റൗണ്ട് ചെയ്ത് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ അടയാളപ്പെടുത്തി എടുക്കുമ്പോൾ കണ്ടോ ഗ്യാപ്പ് വരുന്നുണ്ടോ താഴ്ഭാഗത്ത്. ആ ഗ്യാപ്പിൽ നമ്മൾ പിന്നീട് അളന്നിട്ട് ആ സെയിം അളവ് അളന്നിട്ട് പീസ് വെച്ച് കൊടുക്കേണ്ട ചെയ്യുന്നത്. അടുത്തത് നമുക്കിത് സെക്കൻഡ് റൗണ്ട്, താഴ്ഭാഗത്തിൻ്റെ സെക്കൻഡ് റൗണ്ട് എന്നാണല്ലോ പറയണം. അപ്പോൾ അതും വെട്ടിയെടുക്കുക. നമുക്ക് മുകൾ ഭാഗത്തെ ഫസ്റ്റ് റൗണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പീസ് ഇടേണ്ട വശമുണ്ടല്ലോ, അവിടെ നമുക്ക് ഏത് വശത്താണ് പീസ് ഇടേണ്ടതെന്ന് നമുക്കൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി പോകും അത്. അപ്പോൾ നമുക്ക് ഇതിന് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് അതും അളന്ന് നോക്കണം.
നീളം എത്രയാണ് വേണ്ടതെന്നുള്ളത് അതും അളന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി വന്ന പീസില്ലേ അത് നമ്മളൊന്ന് രണ്ടാക്കി മടക്കിയിടണം. എന്നിട്ട് നമ്മൾ ആ ലെങ്ത്തും ആ വീതിയും അടയാളപ്പെടുത്തിയിട്ട് ഈ ലെങ്ത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ആ വീതിയിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെച്ച് പിടിപ്പിക്കാനുള്ള പീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ലൈനിങ് പീസല്ലേ വെട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ പീസും അതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ല് പോലെ വരുന്നുണ്ട്. ആ പീസുമാണ് നമ്മൾ വെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തെ പീസ് നമ്മൾ 27 ഇഞ്ച് ലെങ്ത് എടുക്കണുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് വെട്ടിയത് ഓർമ്മയില്ലേ 14 ഇഞ്ച്. അപ്പോൾ ഈ 27ൻ്റെ കൂടെ 14 നമുക്ക് പ്ലസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണ് കിട്ടണം? 27 14 37 41 ഇഞ്ച് നമ്മൾ നേരത്തെ പോലെ തന്നെ അളന്നെടുത്തിട്ട് അതിനെ രണ്ടാക്കി നമ്മൾ മടക്കണം. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ല് വന്നുകൊണ്ടാണ് നമ്മൾ 27 ഇഞ്ച് ലെങ്ത് എടുക്കണം. ഓൾറെഡി 39 ഇഞ്ച് ഉണ്ട് ലെങ്ത്ത് നമ്മളപ്പോൾ, പക്ഷേ ഇതിന് 27 എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ സ്ക്വയറായിട്ട് മടക്കി പിന്നെ അതിനെ കോണായിട്ട് ഇതേപോലെ മടക്കിയിടണം. എന്നിട്ട് വേണം ഫസ്റ്റ് റൗണ്ടായ 14 ഇഞ്ചും സെക്കൻഡ് റൗണ്ടായ എത്രയാണ് നമ്മൾ പറഞ്ഞത് 27 പ്ലസ് 14 അപ്പോൾ 37 41 ഇഞ്ച് നമ്മൾ സെക്കൻഡ് റൗണ്ട് വെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ പീസ് ഫസ്റ്റ് റൗണ്ട് വെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പീസ് നമ്മൾ ലൈനിങ് വെട്ടിയില്ലേ അത് വെച്ചിട്ട് വെട്ടിയാലും മതി. ആദ്യത്തെ ലൈനിങ് പീസ് നിങ്ങൾ വെട്ടണത് കണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ മുകൾ ഭാഗത്തേയും വെട്ടുന്നത്. പക്ഷേ ഇറക്കം കുറവാണെന്ന് മാത്രം, ബാക്കി ഫ്രില്ലിടണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ഇത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കൊച്ചിൻ്റെ സൗണ്ട് കേട്ടായിരുന്നത് അത് പേരക്കുട്ടിയാണ് കേട്ടോ. ഒന്നാമത് ഈ സ്കേർട്ട് വെട്ടുന്ന സമയത്ത് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ തന്നെ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സംസാരിക്കണത് നല്ലത്. നമുക്ക് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. ഇതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ മറന്നുപോകും. പിന്നെ ചെറുതായിട്ടൊന്ന് കേട്ടിരിക്കണം. അങ്ങനെയൊക്കെ കുറേയൊക്കെ ബുദ്ധിമുട്ടിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് താഴ്ഭാഗത്തുള്ള ഫ്രില്ല് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ 39 ഇഞ്ചാണ്. അപ്പം നമുക്ക് ആകെ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 27 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 39 നിന്നും ഈ 27 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളത് വേണം നമ്മൾ ഫ്രില്ലെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രില്ലെടുക്കുന്ന സമയത്ത് ഈ നമ്മൾ താഴ്ഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്തും നമ്മൾ മടക്കി തയ്ക്കണം. പിന്നെ കല്ലുള്ള ടൈപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ മടക്കി തയ്ക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇതാക്കുള്ളൂ. പിന്നെ അതാ അങ്ങനെ ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു 4 ഇഞ്ചോളം മടക്കിയിട്ട് നമ്മൾ താഴ്ഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്ത് ലേസ് വെച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ ഈ സ്കേർട്ടും ഈ ഫ്രില്ലും നമ്മൾ ജോയിൻ ചെയ്യൂലേ ആ ഭാഗത്തും ഉണ്ടാവും തയ്യൽ. അത് ഹാഫേ സ്റ്റിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം 39 നിന്നും 27 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് 12 ഇഞ്ചാണ്. അപ്പോൾ താഴ്ഭാഗത്തും ഒരു 1/2 ഇഞ്ച് വേണം. പിന്നെ അതിൽ ഫ്ലീറ്റ് വേണ്ട ഭാഗത്തും ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിടണമെങ്കിൽ നമ്മൾ ടോട്ടൽ 13 ഇഞ്ച് വേണം ഫ്രില്ലിന് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആകെ 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. കാരണം ആ തുണിക്ക് 2000 ചില്ലാനോളം തുണിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. ശരിക്കും ആ 2 മീറ്റർ എടുത്തതും കംപ്ലീറ്റ് ഇതിലേക്ക് തന്നെ കയറി. പക്ഷെ ഇങ്ങനെ എടുക്കുന്ന തുണിൻ്റെ പ്രത്യേകത ഉണ്ടാ, പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് ചില ഭാഗം കണ്ടില്ലേ പ്ലെയിനായിട്ട് നിൽക്കുന്നത്, അവിടെയൊക്കെ വേസ്റ്റ് പോകും. ആ വേസ്റ്റ് നമുക്ക് കളയാനും പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ 2 മീറ്ററാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ പ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തത് ഇതിൽ. അപ്പം നമുക്ക് അതും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. ഇതിൻ്റെ തേരും വശമായിട്ട് വേണം കേട്ടോ മടക്കാൻ. അതായത് വർക്കില്ലാത്ത 2 വശങ്ങൾ വേണം മടക്കിയിട്ട് അതിനെ നമുക്ക് അളന്നെടുക്കാനായിട്ട്. ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് 13 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് വേണം തുടങ്ങാൻ. പിന്നെ മടങ്ങിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് 6.5 ഇഞ്ച് വെച്ച് കിട്ടുകയും ചെയ്യും. കറക്റ്റ് അളവിൽ ഒട്ടും തുണി വേസ്റ്റ് ആകാതെ തന്നെയാണ് എനിക്കത് കിട്ടിയത് കേട്ടോ. വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടിയും വന്ന്.
അപ്പോൾ ഇത് നമുക്ക് വർക്കുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് വരക്കാതെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. കാരണം ആ ഒരു അടയാളത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ട് വെട്ടിപ്പോകാം. നേരെ മറിച്ച് വർക്കില്ലാത്തതാണെങ്കിൽ നമ്മൾ ഈ 2 മീറ്ററും വരച്ചിട്ട് തന്നെ വേണം വെട്ടാനായിട്ട്. കണ്ട ആ മിററിൻ്റെ സെൻറ്ററിൽ കൂടി തന്നെ വെട്ടിപ്പോകാം. പിന്നെ കത്രികയും ചീത്തായി പോകും. ഈ വർക്കുള്ളതൊക്കെ വെട്ടുമ്പോൾ അതിൻ്റെ വായിൻ്റെ ഇതുണ്ടല്ലോ, അതൊന്നും വായി പോകുമെന്ന് പറയണേക്കാം. അങ്ങനെ പറയണ കേട്ടേക്കണം. പിന്നെ രണ്ടാമത് മൂർച്ച വെപ്പിച്ചെടുക്കണം. അതിന് എറണാകുളത്ത് തന്നെ വേണം പോകാനായിട്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നത് ബിഗിനേഴ്സിന് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. വെറുതെ ഒരു പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും മനസ്സിലാവാത്ത വിധത്തിലായി പോകും. ഇതാകുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെട്ടി തയ്ച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് രണ്ടും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. പക്ഷെ വർക്കില്ലാത്ത ഭാഗമുണ്ട് ഇതിൽ. അത് പ്ലീറ്റ് ഇട്ട് പോകുമ്പോൾ ഞാനിത് താഴ്ഭാഗത്തേക്കാണ് എടുക്കുന്നത്, അതായത് ഏറ്റവും താഴ്ഭാഗത്ത്. അപ്പോൾ അവിടെ ലേസ് വരുന്നുണ്ട്. അതങ്ങനെ മടങ്ങിപ്പോയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ 3 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. പിന്നെ അളവൊക്കെ കറക്റ്റാണോ നോക്കുക. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു തയ്യലാണ്. ഇത്രയും വില കൂടിയ സാധനവുമല്ലേ. 1 മീറ്റർ 2000 ചില്ലാണെന്ന് പറയുമ്പോൾ 4000 രൂപ തന്നെ അതിന് മാറി. അപ്പോൾ ഇതിനി സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്കൊരു 3 ഇഞ്ചിൻ്റെ 3 വേണ്ട, ഒരു 2.5 ഇഞ്ചിൻ്റെ വേറൊരു ജസ്റ്റ് വള്ളി ഇടാനുള്ള ഒരു ഭാഗം. അതായത് നമ്മൾ ഷൂ ലേസിന് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഷൂ ലേസിന് നമ്മൾ ഹാങ്ങിങ് ഒക്കെ തൂക്കണ ഒരു വള്ളിയില്ലേ, അതിടാൻ പാകത്തിനൊരു വള്ളി നമുക്ക് സെറ്റാക്കണം. അത് നമ്മൾ എടുക്കുന്നത് അരവണ്ണത്തിനേലും, അതായത് നമ്മളെ സ്കേർട്ട് തന്നെ വെച്ച് നോക്കുക, എന്നിട്ട് വെട്ടുക. അരവണ്ണത്തിനേലും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ സ്കേർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏത് സ്കേർട്ടും കട്ട് ചെയ്യണത് ഇതേപോലെ ഉണ്ട്. അംബ്രല്ലയുടെ എലാസ്റ്റിക് ഇടാനും വള്ളി കെട്ടാനും ആണെങ്കിൽ, എല്ലാത്തത് വേറെ മോഡലാണ്. അപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ട് ഇടും. അടുത്തത് സ്റ്റിച്ചിങ്ങിൻ്റെത് പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.